നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ LBS വഴിയുള്ള BSc നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. ജൂൺ 7-ാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം. ജൂൺ 4-ാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ ഫീസ് നൽകുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ജൂൺ 4-ാം തീയതിക്ക് മുൻപായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് നൽകണം. അതിനുശേഷം ജൂൺ 7-ാം തീയതി വരെ മറ്റ് ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യുവാനും ഫൈനൽ കൺഫർമേഷൻ ചെയ്യുവാനും സാധിക്കുന്നതാണ്. LBS വഴിയുള്ള കേരളത്തിലെ ആപ്ലിക്കേഷൻ മാത്രമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. CPASൻ്റെയും എയിംസ് FNCക്ക്, PNCMAക്ക് തുടങ്ങിയ അസോസിയേഷനുകൾ വഴിയുള്ള ആപ്ലിക്കേഷനുകൾ ആരംഭിച്ചിട്ടില്ല. CPASൻ്റെ കോളേജുകളിലെ ടോട്ടൽ സീറ്റിൽ പകുതി സീറ്റുകൾ LBS വഴി തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് CPASലെ കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ LBS വഴിയും അപേക്ഷകൾ സമർപ്പിക്കണം. അതിനുശേഷം CPASൻ്റെ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ ആരംഭിക്കുമ്പോൾ അതും നൽകുവാനായിട്ട് സാധിക്കുന്നതാണ്. CPAS വഴിയുള്ള ആപ്ലിക്കേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അറിയിപ്പ് വന്നിട്ടില്ല. LBS വഴി ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലും അഡ്മിഷൻ ലഭിക്കുന്ന SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത് 1000 രൂപ ടോക്കൺ ഫീസായിട്ട് നൽകണം. അതിനുശേഷമുള്ള അവരുടെ എല്ലാ ഫീസുകളും E-ഗ്രാൻസ് സ്കോളർഷിപ്പ് വഴിയാണ് ലഭിക്കുന്നത്. അവർക്ക് മറ്റ് ഫീസുകളൊന്നും തന്നെ നൽകേണ്ടതായിട്ടില്ല. ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന ജനറൽ, OBC, EWC വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് 23,170 രൂപയാണ് ഓരോ വർഷവും ട്യൂഷൻ ഫീസായിട്ട് നൽകേണ്ടത്. ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഓരോ കോളേജിനെയും അനുസരിച്ച് വ്യത്യാസമുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് നൽകണം. ഓരോ മാസവും നൽകേണ്ടതായിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉള്ളവർക്ക് മലബാർ ക്യാൻസർ സെന്ററിലും സിമറ്റിന്റെ കോളേജുകളിലും അഡ്മിഷൻ ലഭിക്കുകയാണ് എങ്കിൽ ട്യൂഷൻ ഫീസായിട്ട് 73,025 രൂപയും 23,300 രൂപയും ഓരോ വർഷവും നൽകേണ്ടതായിട്ടുണ്ട്. ഈ കോളേജുകളിലെ NRI സീറ്റ് ലഭിക്കുകയാണ് എങ്കിൽ 95,000 രൂപ ട്യൂഷൻ ഫീസും 23,300 രൂപ സ്പെഷ്യൽ ഫീസായിട്ടും ഓരോ വർഷവും നൽകണം. ഇങ്ങനെ 4 വർഷവും ഈ ഫീസുകൾ നൽകേണ്ടതായിട്ടുണ്ട്. ഹോസ്റ്റൽ സൗകര്യം ആവശ്യമുള്ളവർക്ക് ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും സെപ്പറേറ്റ് ആയിട്ട് നൽകണം. അതുപോലെ തന്നെ യൂണിഫോമിന്റെയും ടെക്സ്റ്റിന്റെയും ഫീസുകളും സെപ്പറേറ്റ് ആയിട്ട് നൽകണം. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ ഓരോ വർഷവും ട്യൂഷൻ ഫീസായിട്ട് 73,025 രൂപയും 23,300 രൂപയും നൽകണം. അതുപോലെ ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും സെപ്പറേറ്റ് ആയിട്ട് നൽകണം. ടെക്സ്റ്റിന്റെയും യൂണിഫോമിന്റെയും ഫീസുകളും നൽകേണ്ടതായിട്ടുണ്ട്. CPASൻ്റെ കോളേജുകളിൽ മറ്റു കോളേജുകളെ അപേക്ഷിച്ച് ട്യൂഷൻ ഫീസിലും സ്പെഷ്യൽ ഫീസിലും വ്യത്യാസമുണ്ട്. CPASൻ്റെ കോളേജുകളിലെ മെറിറ്റ് സീറ്റിന് ഓരോ വർഷവും 83,025 രൂപ ട്യൂഷൻ ഫീസും 30,300 രൂപ സ്പെഷ്യൽ ഫീസും നൽകണം. NRI സീറ്റിന് ഓരോ വർഷവും 95,000 രൂപ ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസായിട്ട് 23,300 രൂപയും നൽകണം. CPASൻ്റെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ നൽകി അഡ്മിഷൻ ലഭിച്ചാലും ഇതേ ഫീസ് തന്നെയാണ് നൽകേണ്ടത്. അവിടെയും ജനറൽ, OBC, EWC വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഈ ഫീസ് നൽകണം. SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഫീസ് നൽകേണ്ട. അവർക്ക് E-ഗ്രാൻസ് സ്കോളർഷിപ്പ് വഴി ഫീസ് ലഭിക്കുന്നതാണ്. AIMS FNCക്ക്, PNCMAക്ക് തുടങ്ങിയ അസോസിയേഷനുകൾ വഴി അഡ്മിഷൻ ലഭിക്കുന്ന ജനറൽ, OBC, EWC വിഭാഗത്തിലുള്ളവർക്കും SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും എല്ലാവർക്കും 73,025 രൂപ ട്യൂഷൻ ഫീസായിട്ടും 23,300 രൂപ സ്പെഷ്യൽ ഫീസായിട്ടും ഓരോ വർഷവും നൽകണം. അവിടെ ഒരു വിഭാഗത്തിലുള്ള കുട്ടികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കുകയില്ല. ഫീസിൽ ഇളവും ലഭിക്കുകയില്ല. ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസും ടെക്സ്റ്റ്, യൂണിഫോം, മറ്റ് ഫീസുകളും എല്ലാം നൽകേണ്ടതായിട്ടുണ്ട്. 2025 LBSൻ്റെ പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്ന ഫീസുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫീസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് അലോട്ട്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. LBS, CPAS, AIMS FNCക്ക്, PNCMAക്ക് തുടങ്ങിയ അസോസിയേഷനുകൾ വഴി കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഡൊണേഷൻ നൽകേണ്ട ആവശ്യമില്ല. LBS വഴിയും CPAS വഴിയും ലഭിക്കുന്ന സീറ്റുകൾ മെറിറ്റ് സീറ്റാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.